ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീൻ ടെക് വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒന്ന് ക്ലീൻ ചെയ്തതാണ്. അപ്പോൾ നമ്മളിത് മൊത്തം ക്ലീൻ ചെയ്യില്ല, നമ്മുടെ ബയോസ്പോഞ്ച് ഇട്ടേക്കണ ആ ഡ്രമ്മ് മാത്രം നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്യേണ്ട ഒരു സ്ലറി കുറച്ച് അടിച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് നമ്മളിപ്പോൾ മുകളിൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് നമുക്കൊന്നൊരു വളയിടേണ്ട ആവശ്യമാണ്. നമുക്ക് വളമായിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ല, നമ്മൾ ഇതിൻ്റെ സ്ലറിയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്ലറി എടുത്ത് ചെടികൾക്ക് ഒഴിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടന്നാലോ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഡ്രം. ഇത് മറ്റേ ബയോബോൾട്ട് ആക്കണം. ഇത് രണ്ടാമത്തെ ഡ്രമ്മാണ്. രണ്ടാമത്തെ ഡ്രം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബയോസ്പോഞ്ച്. ഈ ബയോസ്പോഞ്ച് ഇരിക്കുന്ന ചെളി നോക്കി, പക്ഷേ ഇതിൽ വെള്ളം ക്ലിയറാണ്, മനസ്സിലായി. ഇതിപ്പോൾ പ്ലാന്റ് ഓഫാട്ടോ, ഞാൻ പറഞ്ഞില്ല ടൈമർ വെച്ച വർക്ക് ചെയ്യണം. ഇപ്പോൾ ഇത് ഓഫായി കിടക്കുന്ന സമയമാണ്, പക്ഷേ എന്നിരുന്നാലും ഇതിൽ നോക്കി വെള്ളം ക്ലിയറാണ്. ഈ ബയോസ്പോഞ്ചുള്ള ചെളി നോക്കി, ഇതുണ്ടോ? ഇത് ബയോസ്പോഞ്ച് ചെളിയുണ്ടോ? ചെളിയെന്ന് പറഞ്ഞാൽ നല്ല ചെളി. അപ്പം നമുക്കിത് മൊത്തം ക്ലീൻ ചെയ്യാം. പിന്നെ ഇത് സ്പോഞ്ച് ഇട്ടേക്കണത് ഇതിൻ്റെ തൊട്ട് നോക്കി, കണ്ടോ? ഇത് കിണർവല ഇട്ടിരിക്കുന്ന ഡ്രമ്മാണ്. ഇതിലങ്ങനെ വലിയ കാര്യമായിട്ട് സ്ലറി ഇല്ല, ഉണ്ട്. പക്ഷേ ഇത് നമുക്ക് 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് കഴിയാൽ മതി. നമുക്കിപ്പോൾ ഇത് ക്ലീൻ ചെയ്യാം, കണ്ടോ? അപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് മറ്റേ അടുത്ത ഡ്രമ്മിലേക്ക് വെള്ളം പോകുന്നതിൻ്റെ ഔട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിത് ആദ്യം ഇങ്ങോട്ടൊന്ന് അഴിച്ചെടുക്കാം. ഇതുണ്ടോ? ഈ രീതിയിലാണ് ഡ്രെയിന പുറത്തേക്ക് പോകുന്ന ഓസ് നമ്മൾ ഇങ്ങനെ കൊടുത്തേക്കണം. ഇത് നമുക്കൊന്ന് അഴിച്ച് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഇതുണ്ട്, ഇത് പുറത്തെടുത്ത് ആണ് കഴുകേണ്ടത്. നമുക്കിപ്പം ഈ സ്ലറി നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഇതിലിട്ട് തന്നെ നമ്മളൊന്ന് കഴുകിഞ്ഞെടുക്കും ശരിക്കും. അതിന് ശേഷം പുറത്തിട്ട് ഒന്നുകൂടി ക്ലീൻ ചെയ്താൽ മതി. അല്ല, നമുക്ക് പുറത്തിട്ട് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ പറ്റിയിരിക്കുന്ന സ്ലറി നമുക്ക് പൂർണ്ണമായിട്ട് ലഭിക്കില്ല. ആദ്യം എടുത്ത ബയോസ്പോഞ്ചിനേക്കാളും കുറച്ചൊരു വ്യത്യാസമുണ്ട് ഈ മെറ്റീരിയൽ. കണ്ടോ? ഇതുണ്ടോ ഈ സ്പോഞ്ച്? ഇത് ഈ ടൈപ്പ് മെറ്റീരിയലാണ്. ഇതിൻ്റെ അകത്തേക്ക് ഒരു സ്ലറി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും അവന്മാർ പുറത്തേക്ക് വിടുന്നു, മൊത്തം പിടിച്ചു കിട്ടും. ഈ ടൈപ്പ് നമ്മളൊരു 5 എണ്ണത്തോളം ഈ മെറ്റീരിയൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഈ സ്പോഞ്ച് ഞാനിത് മേടിച്ചതല്ല കേട്ടോ. ഇതെനിക്ക് നേരത്തെ ഒരു ഫാം നടത്തിക്കൊണ്ടിരുന്ന ഒരു സാറ് ആൾ നിർത്തിയപ്പം എനിക്ക് തന്നു മാത്രമേ ഉള്ളൂ. ഇതുപോലെ എന്തോ ഒരു പീസിന് 350 രൂപ ഈ ഒരു മെറ്റീരിയൽ റേറ്റ് തന്നെ. നമ്മളിപ്പോൾ സ്പോഞ്ച് മുഴുവൻ നമ്മളെടുത്ത് പുറത്തേക്ക് ഇട്ട് അതിന് ശേഷം കിട്ടിയതുണ്ടോ സ്ലറിയുടെ അവസ്ഥ ഉണ്ടോ? ഇതാണ് നമ്മൾ പച്ചക്കറിക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ക്ലീൻ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതാണോ നമ്മൾ താഴത്തെ വശമാണ്. ഇതാണ് നമ്മൾ MBBR ഇട്ടേക്കണ ഡ്രമ്മ്. ഇതിൻ്റെ അകത്ത് നമ്മൾ വെള്ളം പുറത്തേക്ക് കളയുന്നില്ല. പക്ഷേ ഇതിലാണ് ഇത് കണ്ടോ, ഈ ഒരു ടാങ്കിൻ്റെ അടിയിൽ നിന്ന് നമ്മളൊരു കണക്ടർ കൊടുത്ത് ഈ 3 ടാങ്കിൻ്റെ കീഴിൽ നമ്മളൊരു വാൽവ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വാൽവിലേക്ക് നമ്മളൊരു ടാപ്പ് ഇട്ടിട്ട് ഉണ്ടോ, ഈ പൈപ്പ് നമ്മൾ കണക്ട് ചെയ്യും. നമുക്കിപ്പോൾ ഈ ടാപ്പ് എന്നാലും ഇത് ഓപ്പൺ ചെയ്യാം, വാൽവ്. ഈ സ്ലറിയുടെ ഒരു കട്ട് നോക്കി,
അപ്പോൾ നമ്മൾ ഈ പയറിനാണ് ഈ സ്ലറി ഒഴിക്കാൻ പോണത്. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിനകത്ത് പയറിൻ്റെ ഗ്രോത്ത് കണ്ടോ, പയറിൻ്റെ ഗ്രോത്ത്. അതായത് ഞാനിപ്പം നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ഇതാണ് ആ പയർ തമ്മിലുള്ള ഒരു വ്യത്യാസം. അതായത് നമുക്കൊരു 5 ദിവസം 6 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടേക്കുന്നത്. അതായത് നമ്മൾ ആ സ്ലറി മാത്രം ഒഴിച്ചിട്ട് എടുത്ത അത്രയും കയറ്റിയെടുത്തതാണ് കണ്ടോ. പയറിൻ്റെ ഗ്രോത്ത് വ്യത്യാസം നോക്കി, നല്ല വ്യത്യാസമില്ലേ. നമ്മളിപ്പോൾ എടുത്തു കഴിയുമ്പോൾ അത് കണ്ടോ, ആ കട്ടിയുള്ള സ്ലറി ഇതിൻ്റെ അടിയിലോട്ട് അടിഞ്ഞു പോകും. അപ്പോൾ നമുക്കൊന്നൊരു എന്തെങ്കിലും വെച്ചൊന്ന് ഇളക്കി കൊടുക്കുവാണെങ്കിൽ കണ്ടോ, ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ സ്ലറി നിങ്ങൾ ഈ കാണുന്ന സ്ലറി ഇത് ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓൾറെഡി ഒന്ന് കഴുകിയതാണ്. അപ്പോൾ അതാണ് ഇത്ര കട്ടിയില്ലാത്തത്. ശരിക്കും പറഞ്ഞാൽ കട്ടിയുള്ളതെന്ന് പറയുന്നത് നമ്മൾ ഈ ചാണകം കലക്കൂലേ, ശരിക്കും നല്ല കട്ടിയായിട്ട് തന്നെ നിൽക്കും. ഇതിപ്പോൾ അത്രയ്ക്കൊരിതില്ല. നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ഒരു കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ലായിരുന്നു, ഒരു കുപ്പി വെച്ചിട്ടുണ്ടെന്ന്. കുപ്പിക്കകത്ത് കുറച്ച് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ ആവശ്യമുള്ള വലിച്ചെടുത്തോളൂ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഈ ഒരു സ്ലറി മാത്രമാണ് കൊടുത്തു നമ്മളിപ്പോൾ ഇത് വളർത്തിയെടുത്താണ്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് അടുത്ത ദിവസം, അതായത് ഒരു 2 അല്ലെങ്കിൽ 3 ദിവസം തന്നെ നമുക്ക് ഇതിൻ്റെ പുതിയൊരു അപ്ഡേഷൻ കൂടി തരാം. ഇതിൻ്റെ ഗ്രോത്ത് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.